റാപ്പിഡ് റിവിഷൻ, മെഗാ റിവിഷൻ, നാളെ അക്ഷരം പറ്റും. ഓക്കെ, അപ്പോൾ ആനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഒരു അവാർഡുണ്ട്. ആൻസി ക്രിസ്റ്റൽ ഫെസ്റ്റിവൽ ആണത്. ആ അവാർഡിൽ ഒരു ജൂറി അവാർഡ് നേടിയെടുത്തുകൊണ്ട് ഒരു മലയാളിക്കാണ്. പേര് പറയോ? സുരേഷ് എറിയാട്ട്. അപ്പം ആനിമേഷൻ രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ആൻസ് ക്രിസ്റ്റൽ ഫെസ്റ്റിവലിൽ ജൂറി അവാർഡ് നേടിയത് സുരേഷ് എറിയാട്ട്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി കൊണ്ടുവന്ന റേഡിയോയുടെ പേരാണ്? ഉറപ്പായിട്ടും ചോദിക്കും. റേഡിയോ നെല്ലിക്ക. ISROയും നാസയും ഒന്നിച്ചു ചേർന്നുള്ള ദൗത്യം നിസാർ. പറഞ്ഞു. ISRO അപ്പേർച്ചർ റഡാർ. ഓ, സംസ്ഥാനത്തെ ആദ്യത്തെ ശലഭ സങ്കേതം ആറളം വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ ശലഭ സങ്കേതം. എന്നാൽ ഓർത്തു വെക്കുക, ശലഭ പാർക്കാണ് ചോദിക്കുന്നെങ്കിലോ കൊല്ലം ജില്ലയിലെ മാറിപ്പോകണ്ട. ഇത് ശലഭ സങ്കേതം. ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ, അതായത് ഇറാനും ഇസ്രായേലും തമ്മിൽ പ്രശ്നമുള്ളപ്പോൾ ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. വായനാ ദിനം ജൂൺ 19. ശരി. സംസ്ഥാനത്ത് ഇപ്പൊ ഒരു സംസ്ഥാന പാമ്പ് എന്നും പറഞ്ഞൊരു പാമ്പില്ല. എന്നാൽ ഉടനെ തന്നെ ഒരു പാമ്പ് ഉണ്ടാകും. ഏത് പാമ്പിനെയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? ഏതാ? ചേര. ശരിയായ ഉത്തരം. 2025 ലോക പാരാലിമ്പിക്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, ഒളിമ്പിക്സ് എന്ന് പറഞ്ഞത് തെറ്റിപ്പോയതാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്ന ടോക്കിയോയില്. എന്നാൽ ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. ആരാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ? ആര്? കങ്കണ റാണാവത്ത്. സിനിമാ താരമാണ്, BJP MP ആണ്. ആരാ? കങ്കണ റാണാവത്ത്. ശരി, അതിന്റെ ചിഹ്നം എടാ, കാലിൽ ഒരു ബ്ലേഡ് ഒക്കെ ഇട്ട് നടക്കുന്ന കാലില്ലാത്ത വിരാജ് എന്ന ആന. നിബി തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ IT ഓഫീസ് സമുച്ചയം കേരളത്തിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ IT ഓഫീസ് സമുച്ചയം കേരളത്തിലാണ്. ലുലു ടിൻ ടവർ. സിറ്റി ഒന്നുമില്ല. ലുലു ടിൻ ടവർ എവിടെ? കൃത്യം പറ സ്ഥലം. കാക്കനാട്. എവിടെയാ? നിഷാൻ നിബി ഒന്നും പഠിച്ചിട്ടില്ല? ഇത് ബുക്കിലൊന്നും വായിച്ചില്ല? ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് ഈ രണ്ടിടത്തും നടന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ടെസ്റ്റിൽ ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിച്ചൊരു പ്രതിഭ ഇന്ത്യക്കുണ്ട്. യശസ്വി ജയ്സ്വാൾ. എന്താ പറയാ? ഓസ്ട്രേലിയയിലെ ആദ്യത്തെ മത്സരത്തിലും ഇംഗ്ലണ്ടിലെ ആദ്യത്തെ മത്സരത്തിലും സെഞ്ചുറി അടിച്ചു. 2025 ആദ്യം ചോദിച്ചതാണ്. ടെസ്ല, ഇലോൺ മസ്കിന്റെ ടെസ്ല ഇലക്ട്രിക് കാറുകൾ, ഡ്രൈവറില്ലാ കാറുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂം തുറന്നത് എവിടെ? മുംബൈയിൽ. ശരിയായ ഉത്തരം. നിബി പകച്ചിരിക്കുന്നു. നിബി പറയണം, ഇന്റർനാഷണൽ ഒളിമ്പിക് ദിനം എന്ന്. നിബി, നിഷാൻ പറ. ജൂൺ 23. എന്നാ? ജൂൺ 23. എന്തുവാടാ മക്കളെ? മുതിർന്ന പൗരന്മാർ. നിബി ആകപ്പാട് ഒറ്റപ്പെട്ടിരിക്കുന്നു. പക്ഷെ പ്രായമുള്ള പൗരന്മാർ, മുതിർന്ന ആൾക്കാർ ഒറ്റപ്പെട്ടിരുന്നാൽ അവർ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടി ഫോണിൽ ബന്ധപ്പെട്ട് വോളണ്ടിയേഴ്സ് അവരോട് സംസാരിക്കുന്നതിനൊക്കെയായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് തുടങ്ങിയ പദ്ധതിയുടെ പേര് സല്ലാപം. തകർന്നു. പാരീസ് ഡയമണ്ട് ലീഗിൽ ജാവലിൻ ചാമ്പ്യൻ നീരജ് ചോപ്ര. നിബി തിരിച്ചു വന്നിരിക്കുന്നു. അമേരിക്ക, ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം. അതിനിടയിൽ കൂടി അമേരിക്ക വന്ന് ഇറാനിൽ ബോംബിട്ടു. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ശരിയായ ഉത്തരവാണ്. ഇനി ലോകം മഴക്കാട് ദിനം ജൂൺ 22. എന്ത് ദിനമാ? ജൂൺ 22 മഴക്കാട് ദിനം. ജലമില്ലാത്തിടത്ത്, വെള്ളമില്ല ആവശ്യത്തിന്, അവിടെ ടാങ്കറിൽ വെള്ളം എത്തിക്കണം. പക്ഷെ അതിനകത്ത് വലിയ വില ഈടാക്കും, ഭയങ്കര മറിച്ചു വിൽപ്പനയൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളമുള്ളിടത്ത് ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുകയും അവിടെ അമിത വിലയോ മറിച്ചു വിൽപ്പനയോ ഇല്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി സുജലം സുലഭം. അല്ല, അവൻ ചുമ്മാ വാ പൊത്തിയെന്നുള്ളൂ, അവൻ അറിയത്തില്ല. സുലജം അല്ല, സുജലം സുലഭം. ഓക്കെ. അടുത്തിടെ നിർത്തലാക്കിയ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരം JCB പുരസ്കാരം നിർത്തലാക്കി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസുകളെ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊന്ന് കേരളത്തിലെ ഒരു പാസ്പോർട്ട് ഓഫീസാണ്.
കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. ഏതാ? കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ്. ശരി. 2025 സുസ്ഥിര വികസന സൂചിക, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ പ്രഖ്യാപിച്ചപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ 100-നുള്ളിൽ വന്നു. ഇന്ത്യയുടെ റാങ്ക് എത്ര? 99. ഇന്ത്യയുടെ സ്ഥാനം കേട്ടോ, ആദ്യമായിട്ട്. എപ്പോഴും 100 താഴെയായിരുന്നു. ഇത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 99. ലഹരി വിമുക്ത ക്യാമ്പസുകൾക്കായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ബോധപൂർണിമ. എന്താ ബോധപൂർണിമ? അറിയായിരുന്നോ? ഇല്ല. ബോധപൂർണിമയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. അടുത്തത്, ഏഷ്യൻ കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ പ്രകൃതി ദുരന്തങ്ങളുടെ പട്ടികയിലേക്ക് കേരളത്തിലെ ഒരു ദുരന്തം കൂടി ഉൾപ്പെടുത്തി. വയനാട് ഉരുൾപൊട്ടലാണ് ആ രീതിയിൽ ഉൾപ്പെടുത്തിയത്. 2025 ഒരു യൂറോപ്യൻ രാജ്യം പാർക്കിലും ബീച്ചിലും ഒക്കെ പുകവലിക്കുന്നത് നിരോധിച്ചു. ഏത് രാജ്യം? ഫ്രാൻസ്. ശരിയായ ഉത്തരമാണ്, ഫ്രാൻസ് ആണ്. രാജ്യത്തെ മികച്ച ദേശീയോദ്യാനത്തിനുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ 1 കേരളത്തിൽ നിന്ന്. ഇരവികുളം നാഷണൽ പാർക്ക്. ബച്ചിങ്ങാം അല്ല, ഡച്ചിങ്ങാം. ജമ്മു കാശ്മീരിലെ ഡച്ചിങ്ങാമാണ് കൂടെ. ഇരവികുളം. അന്താരാഷ്ട്ര ക്രിക്കറ്റില് 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടിയ ഒരു ആദ്യത്തെ ഇന്ത്യൻ വനിത സ്മൃതി മന്ദാന. ആരാ? സ്മൃതി മന്ദാനയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും. ഇതിനിടയ്ക്ക് ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. നമ്മൾ അക്ഷരമുറ്റോടെ കഴിഞ്ഞ് ക്വിസുകളുടെയൊക്കെ സബ് ജില്ലാ തലമൊക്കെ ഉടനെ ഇപ്പോൾ അവസാനിക്കും. പിന്നീട് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം കൊണ്ട് ക്വിസുകളൊക്കെ അവസാനിക്കും. പക്ഷെ അങ്ങനെ ഈ കുറച്ച് ചോദ്യോത്തരങ്ങൾ മാത്രം പഠിച്ചു പോയാലല്ല ക്വിസ് മത്സരത്തിൽ നമ്മൾ ആദ്യത്തിലെത്തുക. എല്ലാ ദിവസവും രസകരമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകണം. ചോദ്യോത്തരങ്ങൾ മാത്രം പോരല്ലോ. അങ്ങനെ അതിന്റെ ആദ്യ പടി എന്ന രീതിയിൽ ഇന്ത്യയെ കുറിച്ച് പഠിപ്പിക്കാൻ നമ്മുടെ മിഠായി പൊതി ചാനൽ തുടങ്ങിയിരിക്കുന്ന വ്യത്യസ്തമായ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പഠന പദ്ധതിയുടെ പേര് ഇതാണ് എന്റെ ഇന്ത്യ. ക്ലാസുകൾ തുടങ്ങിയോ? ഇല്ല. എപ്പോ തുടങ്ങും? ഒക്ടോബർ 2. 5 മാസമല്ലേ? എത്ര രൂപ ഫീസ്? 500. ഓരോ മാസവും 100 രൂപ എന്ന കണക്കിൽ 500 രൂപ എന്ന തുച്ഛമായ ആകെ ഫീസ്. ഇപ്പൊ എത്ര അഡ്മിഷനായി? ഇപ്പോൾ 60ഓളം അഡ്മിഷൻ ആകുന്നു. 60ഓളം അഡ്മിഷൻ. അപ്പോൾ 2-3 ദിവസമല്ലേ തുടങ്ങാനുള്ളൂ. ജോയിൻ ചെയ്യേണ്ടവരോട് പെട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ഒക്ടോബർ വരെ ഉള്ളൂ. അതുകൊണ്ട് ഒക്ടോബർ നമുക്ക് രജിസ്ട്രേഷൻ ഇല്ല. വേഗം ജോയിൻ ചെയ്യുക. നമുക്ക് ഒന്നിച്ച് ഇന്ത്യ പഠിക്കാം. ഓരോ വീഡിയോ ക്ലാസ്സുകളായിരിക്കും, ആക്ടിവിറ്റീസ് കാണും, ചെറിയ ചെറിയ ക്വിസുകൾ കാണും. രസകരമായ രീതിയിൽ കഥകൾ പറഞ്ഞ് രസമായിട്ട് പഠിച്ചു പോകുന്നതാണ് അതിന്റെ ഒരു സുഖം. ഓക്കെ, എങ്കിൽ അടുത്തത്, കേരളത്തില് എക്സൈസ് വകുപ്പ് ആരംഭിച്ച മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. അല്ല, ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ആണ്. എക്സൈസ് വകുപ്പ് ആളുകളെ പിടിക്കാൻ വേണ്ടി നടത്തിയാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. പോലീസ് നടത്തിയതോ? യോദ്ധാവ്. ഓപ്പറേഷൻ ഡി ഹണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ട്. ഇനി യോദ്ധാവും വിമുക്തി എന്ന് 2 പ്രോഗ്രാം ഉണ്ട്. യോദ്ധാവ് എന്ന് പറയുന്നത് പോലീസിന്റെ വ്യാപകമായ ക്യാമ്പയിൻ, വിമുക്തി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. അതിന് നേതൃത്വം കൊടുക്കുന്ന എക്സൈസ് വകുപ്പാണ്. ചോദ്യം അതൊന്നുമല്ല. ഇപ്പോൾ കേരളത്തിലെ എക്സൈസ് വകുപ്പ് മയക്കുമരുന്ന് വിരുദ്ധമായിട്ട് ഒരു പ്രത്യേക ക്യാമ്പയിൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിന്റെ പേര് നേർവഴി. മയക്കുമരുന്ന് ഇല്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ എന്താ വേണ്ടേ? നേർവഴിക്ക് പോകണം. കേരള സംസ്ഥാന പോലീസ് മേധാവി ആര്? റവാഡ ചന്ദ്രശേഖർ. ശരിയായ ഉത്തരം. ആരോരുമില്ലാത്ത സാധാരണക്കാരായ വയോജനങ്ങളുടെ, വൃദ്ധരുടെ സംരക്ഷണത്തിന് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് തുടങ്ങിയ പദ്ധതിയുടെ പേരാണ് വയോവന്ദന അല്ല, വയോസാന്ത്വനം. വയോവന്ദന എന്നുള്ളത് 70 വയസ്സിന് മുകളിൽ പ്രായമേറിയവർക്കായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇൻഷുറൻസ്. മാറിപ്പോവോ? വയോവന്ദന എന്താ? വയോവന്ദന 70 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന വയോജനങ്ങളുമായിട്ട് ഫോണിൽ വോളണ്ടിയർമാർ സംസാരിക്കുന്നത് സല്ലാപം. ഇതെന്തോ? അപ്പം ഇത് വയോസാന്ത്വനം. വയോസാന്ത്വനം എന്ന് പറയുന്നത് അത് വേറെ. സല്ലാപം പ്രായമായവരുടെ, ഒറ്റപ്പെട്ടവരുടെ. വയോസാന്ത്വനം എന്ന് പറയുന്നത് പറയട്ടെ, വയോജനങ്ങളെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നത് സല്ലാപം. അതെന്തിനോ? അവരെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. ഇത് വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വയോസാന്ത്വനം. വയോവന്ദന 70 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ. ഇത്തവണത്തെ പ്രവേശനോത്സവം നടന്നത് എവിടെ? ജൂൺ മാസത്തിൽ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ വരെ കറക്റ്റ്. കലവൂർ. ശരിയാണ്, കലവൂർ. കലവൂരിലാണ്, ആലപ്പുഴയിലെ കലവൂർ. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. നിഷാൻ, കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാ?
ആരാ? കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരെ പഠിച്ചിട്ട് വേണം പോയി. ആരാ? രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗ്. കേന്ദ്ര വിദേശകാര്യമന്ത്രി ആരാ? നിഷാൻ ആരാ? നിവി എസ് ജയശങ്കർ. എസ് ജയശങ്കർ. ഞാൻ ഇത്ര നിഷാൻ സന്തോഷിച്ചിട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരാ? അമിത് ഷാ. Yes. കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി, PWD മിനിസ്റ്റർ. 2025 ലോകമാന്യ പുരസ്കാരം ലഭിച്ചതും അതേ വ്യക്തിക്ക്. നിതിൻ ഗഡ്കരി. നിഷാൻ ഈ അത്യാവശ്യം ഏറ്റവും കേന്ദ്ര ധനകാര്യമന്ത്രി ആരാ? നിർമ്മല സീതാരാമൻ. പ്രധാനപ്പെട്ട മന്ത്രിമാരെ പഠിച്ചു വെക്കണേ. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോഴത്തെ വേതനം 369 രൂപ. നിഷാൻ നിവി സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തവണത്തെ പരിസ്ഥിതി ദിനം ആഘോഷിച്ചപ്പോൾ അതിന്റെ ഹോസ്റ്റ് കൺട്രി, ആതിഥേയ രാജ്യം സൗത്ത് കൊറിയ. ആതിഥേയ രാജ്യം ചോദിച്ചാൽ സൗത്ത് കൊറിയ. കൊറിയയിൽ ഏത് സ്ഥലമായിരുന്നു? ജെജു ദ്വീപ്. ശരിയായ ഉത്തരം. വംഗബന്ധു എന്ന് വിളിക്കപ്പെടുന്ന ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ്, അദ്ദേഹത്തിനെ ഇപ്പോൾ സമരക്കാരെടുത്ത് പുറത്താക്കി. പുറത്താക്കി മീൻസ് രാഷ്ട്രപിതാവിൽ നിന്ന് പുറത്താക്കി. ആര്? ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിനിടയിൽ മുക്തി ബാഹിനി സംഘടനയൊക്കെ ഉണ്ടാക്കി സമരം ചെയ്തു. പിന്നീട് അവാമി ലീഗിന്റെ നേതാവായി മാറിയ മുജീബുർ റഹ്മാൻ. ലോകത്തെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ ആർച്ച് പാലം ഏത്? ചെനാബ്. ശരിയായ ഉത്തരവാണ്. കാശ്മീർ. അതെന്താ? ആണോ? ചെനാബ് പാലത്തിന്റെ ആർച്ച് ഡാമിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആ രീതിയിലുള്ള ഒരു അതും അക്ഷരമുറ്റത്തിലുണ്ട്. എന്നാൽ പറഞ്ഞു. മാധവി ലത. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ വ്യോമസേന മേധാവി? അമർപ്രീത് സിംഗ്. അമർപ്രീത് സിംഗ്. നിഷാൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അമർപ്രീത് സിംഗ്. ആക്സിയം 4 ദൗത്യത്തിൽ ഡ്രാഗൺ പേടകത്തിൽ സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ട് ഒരു കുഞ്ഞൻ അരയന്നത്തിന്റെ പാവക്കുട്ടിയെ കൊണ്ടുപോയിരുന്നു ശുഭാംശു ശുക്ല. പേരെന്ത്? ജോയ്. ശരിയായ ഉത്തരവാണ്. നിഷാൻ. ജോയ് എന്തായിരുന്നു? അരയന്നം, പാവക്കുട്ടി. എന്തിനു വേണ്ടി? സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്റർ. ശരി. നീന്തലിൽ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ലോക റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ടിരിക്കുന്ന കനേഡിയൻ വനിതാ നീന്തൽ താരം സമ്മർ മക്കൻഡോഷ്. ശരിയായ ഉത്തരം. പടം കണ്ടു വെച്ചേക്കണം കേട്ടോ. വിമാന ദുരന്തം അഹമ്മദാബാദ് നമ്മൾ പറഞ്ഞു. അതിൽ മരിച്ചവരിൽ ഒരു മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, വിജയ് രൂപാണി. ശരിയായ ഉത്തരം. നിഷാൻ ഇസ് ബാക്ക്. രാസവസ്തുക്കൾ കലരാത്ത മീൻ നാട്ടുകാർക്ക് എത്തിക്കണം. അതിനുവേണ്ടി മത്സ്യ ഫെഡ് കൊണ്ടുവന്ന പദ്ധതി അന്തിപ്പച്ച. എന്താ? അന്തിപ്പച്ച. വൈകുന്നേരം മീൻ കിട്ടുള്ളൂ തോന്നുന്നു. പച്ച മീനെ അന്തിക്ക് എത്തിക്കുന്ന അന്തിപ്പച്ച മത്സ്യ ഫെഡ്. കാനഡയുടെ പ്രധാനമന്ത്രി ആര്? മാർക്ക് കാർണി. ശരിയായ ഉത്തരം. ഇത്തവണ ഓണററി ഓസ്കാർ ലഭിച്ചത് ആർക്ക്? ടോം ക്രൂയിസിന്. ശരിയായ ഉത്തരം. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ചികിത്സാ ഇൻഷുറൻസ് ഏർപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ്. പദ്ധതിയുടെ പേരെന്ത്? വയോവന്ദന. ലാസ്റ്റ് ചോദ്യം. MK സാനുവിന്റെ ആത്മകഥയുടെ പേരെന്ത്? കർമ്മഗതി. അപ്പോൾ ഇത് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റൗണ്ടിൽ അക്ഷരമുറ്റം പതിപ്പിലെ 100 ചോദ്യങ്ങൾ ഒറ്റയടിക്ക് ചോദിച്ചുകൊണ്ട് വരാം. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു. ആ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ 100 ചോദ്യങ്ങൾ അക്ഷരമുറ്റം പതിപ്പിൽ നിന്ന്, അതുമായി ഞങ്ങളത് ഇപ്പൊ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം